മനസ്സ് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നൊരു വാക്ക്. എൻ്റെ മനസ്സ് ഇന്നൊന്നും ശരിയല്ല, മനസ്സ് വളരെ സന്തോഷത്തിലാണ്, മനസ്സ് നിറഞ്ഞു. ഇങ്ങനെ നാം ദിവസവും ഉപയോഗിക്കുന്നുവെങ്കിലും ശരിക്കും മനസ്സെന്താണെന്ന് നമ്മൾ ഒരിക്കൽ പോലും നിർത്തി ചിന്തിച്ചിട്ടില്ല. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായിപ്പോയാൽ നമ്മൾ ആദ്യം കുറ്റം പറയുന്നത് പുറത്തുള്ള ലോകത്തെയാണ്. സാഹചര്യം ശരിയല്ല, ആളുകൾ ശരിയല്ല, എൻ്റെ ഭാഗ്യം തന്നെ മോശമാണ്. എന്നാൽ ഒരു സത്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം പുറത്തുള്ള ലോകത്തോടല്ല, നമ്മുടെ സ്വന്തം മനസ്സിനോടാണ്. ഒരേ സംഭവം രണ്ടാളുകൾക്ക് നടക്കുമ്പോൾ ഒരാൾ അതിനെ ശാന്തമായി കൈകാര്യം ചെയ്യുന്നു, മറ്റൊരാൾ അതിൽ തകരുകയും ചെയ്യുന്നു. സംഭവം ഒരേ കാര്യം തന്നെയാണ്, എന്നാൽ പ്രതികരണം വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്നോ? പ്രശ്നം പുറത്തല്ല, അത് കാണുന്ന മനസ്സിലാണ് പ്രശ്നമിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് എല്ലാം ശരിയാകുമ്പോൾ ഞാൻ സന്തോഷവാനാകുമെന്നാണ്. പക്ഷെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. നീ ഉള്ളിൽ ശാന്തനായാൽ എന്ത് സംഭവിച്ചാലും നീ ഓക്കെ ആയിരിക്കും എന്നതാണ്. ഒരു മരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാമോ? ഒരു വലിയ മഴയും കാറ്റും വരുന്ന സമയത്ത് ചില മരങ്ങൾ തകരുന്നു, ചില മരങ്ങൾ നിലനിൽക്കുന്നു. എന്താണ് അതിൻ്റെ വ്യത്യാസം? വേരുകൾ. വേരുകൾ ആഴത്തിൽ ഉറച്ചിരിക്കുന്ന മരങ്ങൾ കാറ്റിനെ ഭയപ്പെടുന്നില്ല. എന്നാൽ വേരുകൾ ദുർബലമാണെങ്കിൽ ചെറിയ കാറ്റ് പോലും അതിനെ തകർക്കും. മനുഷ്യൻ്റെ മനസ്സും ഇതുപോലെയാണ്. പുറത്തെ പ്രശ്നങ്ങൾ കാറ്റ് പോലെയാണ്, എന്നാൽ മനസ്സ് ഉറച്ചിരിക്കുമ്പോൾ അത് നമ്മളെ തകർക്കില്ല. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്നോ? അതൊരു ശബ്ദമില്ലാത്ത സന്തോഷമാണ്, വലിയ ആഘോഷമൊന്നുമല്ല, എന്നാൽ ഉള്ളിലൊരു സമാധാനം. പലരും കരുതുന്നത് സന്തോഷം പുറത്തുനിന്ന് വരുന്നതാണെന്നാണ്. പണം, വിജയം, അംഗീകാരം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ആ സന്തോഷം കുറഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? കാരണം അത് സ്ഥിരമായ ഒന്നല്ല. എന്നാൽ മനസ്സ് ശാന്തമായാൽ ഉണ്ടാകുന്ന സന്തോഷം അത് ഉള്ളിൽ നിന്നുള്ളതാണ്, അതിനാൽ അത് കൂടുതൽ സ്ഥിരമാണ്. ഇപ്പോൾ ഒരു പ്രധാന കാര്യം പറയാം. തലച്ചോറും മനസ്സും തമ്മിലുള്ളൊരു ബന്ധം. തലച്ചോർ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്, അതൊരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ മനസ്സ് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ലോകമാണ്. തലച്ചോറില്ലാതെ മനസ്സില്ല, പക്ഷെ മനസ്സിൻ്റെ ഗുണമേന്മയാണ് ജീവിതത്തിൻ്റെ ഗുണമേന്മയെ നിശ്ചയിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മോട് പറയാറുണ്ട്, ഇത് ചെയ്യരുത്, ഇനി ഞാനത് ചെയ്യില്ല എന്നൊക്കെ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും ചെയ്യും. ഇതെന്തുകൊണ്ടാണ്? കാരണം മനസ്സെല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. ചിലപ്പോൾ മനസ്സ് നമ്മളെക്കാൾ ശക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ. ഈ ചോദ്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്, കാരണം അത് നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ്റെ മനസ്സ് വളരെ തിരക്കിലാണ്. ഫോൺ, സോഷ്യൽ മീഡിയ, താരതമ്യം, മറ്റുള്ളവരുടെ ജീവിതം എല്ലാം കൂടി മനസ്സ് ഒരുപാട് ചിതറിക്കിടക്കുന്നു. നമ്മൾ ഒരിക്കലും പൂർണ്ണമായി ഇപ്പോഴുള്ള നിമിഷത്തിലല്ല, എപ്പോഴും മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് മനസ്സിനെ ദുർബലമാക്കുന്നു. ഇവിടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന ആശയം വരുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ഭാഗം. പക്ഷെ അതിൻ്റെ സ്വാധീനം വലിയതാണ്. ബാല്യത്തിലുണ്ടായ അനുഭവങ്ങൾ, നമ്മൾ കേട്ട വാക്കുകൾ, നമ്മൾ വിശ്വസിച്ച കാര്യങ്ങൾ, ഇവയെല്ലാം അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ ആഴത്തിൽ ബാധിക്കുന്നത്. ഒരു ചെറിയ കഥ പറയാം. 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാൾ എല്ലായ്പ്പോഴും പോസിറ്റീവായിരുന്നു, മറ്റൊരാൾ എപ്പോഴും നെഗറ്റീവും. ഒരു ദിവസം അവർ 2 പേരും ഒരേ പ്രശ്നം നേരിട്ടു. ജോലി നഷ്ടപ്പെട്ടു. ആദ്യത്തെ ആൾ പറഞ്ഞു, ഇതൊരു അവസരമാണ്, ഞാൻ പുതിയതായി എന്തെങ്കിലും പഠിക്കും. രണ്ടാമത്തെ ആളാകട്ടെ, എൻ്റെ ജീവിതം കഴിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ആദ്യത്തെ ആൾ പുതിയൊരു ജോലി കണ്ടെത്തുകയും രണ്ടാമത്തെ ആൾ ഇപ്പോഴും അതേ സ്ഥിതിയിൽ തന്നെ തുടരുകയും ചെയ്തു. പ്രശ്നം ഒന്നു തന്നെയാണ്, പക്ഷേ മനസ്സിൻ്റെ സമീപനം ജീവിതം മാറ്റി. സ്ഥിരമായ മനസ്സുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്, എന്നാൽ അവർ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് വ്യത്യാസം. സ്ഥിരമല്ലാത്ത മനസ്സുള്ളവർക്ക് ചെറിയ പ്രശ്നം പോലും വലിയതായി തോന്നും. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ അതൊരു ശാന്തമായ കടലിനെ പോലെയാണ്. ആ സമയത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ മനസ്സ് അലഞ്ഞു നടക്കുമ്പോൾ അതൊരു കൊടുങ്കാറ്റുള്ള കടലിനെ പോലെയാണ്, ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. അവസാനമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം മാറ്റാൻ പുറത്തുള്ള എല്ലാം മാറണം എന്ന കാര്യത്തിനെ അല്ല. ആദ്യം മാറേണ്ടത് നമ്മുടെ മനസ്സ് തന്നെയാണ്. കാരണം നമ്മുടെ അനുഭവങ്ങളെല്ലാം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ മനസ്സ് ഞാൻ നിയന്ത്രിക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്നെ നിയന്ത്രിക്കുകയാണോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് സത്യമായുള്ളൊരു ഉത്തരം ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തുടങ്ങും. മനസ്സൊരു ശത്രുവായും മാറാം, ഒരു നല്ല സുഹൃത്തായും മാറാം. അതെങ്ങനെ ഉപയോഗിക്കണമെന്നത് നമ്മുടെ കൈകളിലാണുള്ളത്. മനസ്സ് ശാന്തമാക്കാൻ പഠിച്ചാൽ ജീവിതം സ്വാഭാവികമായും ലളിതമാകും. കാരണം ശാന്തമായ മനസ്സാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ തുടക്കം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സ് ശാന്തമാക്കാനുള്ള ആദ്യത്തെ ശീലം വളരെ സിമ്പിളാണ്, പക്ഷേ അത്ര എളുപ്പമായുള്ള കാര്യമല്ല. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെ പരിശോധിക്കാതെ തന്നെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ അത് സത്യമാണെന്ന് കരുതുന്നു. എന്നാൽ ഒരു നിമിഷം അത് നിർത്തി ചോദിക്കുക, ഇത് സത്യമാണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു കഥയാണോ എന്ന്. ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മളെ അവഗണിച്ചാൽ
ഉടനെ തന്നെ അവർക്കെന്നെ ഇഷ്ടമല്ല എന്ന രീതിയിൽ ചിന്തിക്കാതെ. അത് യാഥാർത്ഥ്യമാവണമെന്നില്ല, അത് വെറും എൻ്റെ ചിന്തയാണെന്ന് മനസ്സിലാക്കുക. ഈ ചെറിയ ശ്രദ്ധ മനസ്സിനെ പതിയെ പതിയെ നിയന്ത്രണത്തിലാക്കും. രണ്ടാമതായി, പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു ഇടവേള എടുക്കുക. മനസ്സ് ശാന്തമല്ലാത്തപ്പോൾ നമ്മൾ ഉടൻ പ്രതികരിക്കും. കോപം വന്നാൽ കോപത്തോടെ തന്നെ സംസാരിക്കും. പക്ഷെ ഒരു ചെറിയ ഇടവേള, അത് 5 സെക്കൻഡ് ആയാലും മതിയാകും, ജീവിതം തന്നെ മാറ്റും. ആ ഇടവേളയിൽ നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ടാകും. ഞാൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളോട് കടുപ്പത്തിലൊന്ന് സംസാരിച്ചാൽ ഉടൻ തന്നെ തിരിച്ചു പറയാതെ ഒരു നിമിഷം നിർത്തി സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമതായി, ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും മനസ്സ് മാത്രം ശ്രദ്ധിക്കുന്നു, പക്ഷേ ശരീരവും അത്ര തന്നെ പ്രധാനമാണ്. നന്നായി ഉറങ്ങാതിരിക്കുക, ശരിയായി ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇവയെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഉറക്കം കുറവായ ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കാൻ ശരീരത്തെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമതായി, പ്രകൃതിയോടടുത്തിരിക്കുക. മനസ്സ് ഏറ്റവും വേഗത്തിൽ ശാന്തമാക്കുന്ന ഒരു മാർഗമാണ് പ്രകൃതിയോട് സമയം ചിലവഴിക്കുന്നത്. ഒരു മരത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നതോ, കടൽ കാണുന്നതോ, അല്ലെങ്കിൽ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നത്, ഇവയെല്ലാം മനസ്സിനെ നിസാരമായി ശാന്തമാക്കും. ഒരു മരത്തെ തന്നെ നിങ്ങൾ നോക്കൂ. അതൊരിക്കലും വേഗം പിടിക്കില്ല, പക്ഷെ അത് സ്ഥിരമായി വളരും. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. വേഗമല്ല, സ്ഥിരതയാണ് പ്രധാനപ്പെട്ടത്. അഞ്ചാമതായി, സ്വയം സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ദിവസവും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മളോട് തന്നെയാണ്. എന്നാൽ ആ സംഭാഷണം പലപ്പോഴും നെഗറ്റീവായിരിക്കും. എനിക്ക് കഴിയില്ല, ഞാൻ മതിയായവനല്ല. ഈ വാക്കുകൾ മനസ്സിനെ ദുർബലമാക്കും. അതിനു പകരം ചെറിയ മാറ്റം കൊണ്ടുവരിക. ഞാൻ ശ്രമിക്കും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ചെറിയ മാറ്റം പോലെ തോന്നും, പക്ഷെ അത് മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ആറാമതായി, എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ പലപ്പോഴും എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യത്തിൽ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് അംഗീകരിക്കാൻ പഠിച്ചാൽ മനസ്സ് വളരെ ലഘുവാകും. ഒരു ഉദാഹരണം, മഴ പെയ്യുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ കുടയെടുക്കണോ ഇല്ലയോ എന്നത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ജീവിതവും അതുപോലെ തന്നെയാണ്. ഏഴാമതായി, സബ്കോൺഷ്യസ് മൈൻഡ് പുനഃക്രമീകരിക്കുക. നമ്മുടെ അവബോധത്തിന് പുറത്തുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. ഇത് മാറ്റാൻ നമ്മൾ ആവർത്തിച്ച് പോസിറ്റീവ് ചിന്തകൾ നൽകണം. ഉദാഹരണത്തിന്, ദിവസവും കുറച്ചു സമയമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ചിന്തിച്ചെടുക്കുക. ഇത് പതിയെ പതിയെ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ മാറ്റും. എട്ടാമതായി, താരതമ്യം കുറയ്ക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുകയാണ്. ഇത് മനസ്സിനെ അസ്വസ്ഥമാക്കും. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. ഒരു പൂവ് മറ്റൊരു പൂവിനെ പോലെ ആകാൻ ശ്രമിക്കില്ല. അതുപോലെ നമ്മളും നമ്മളെക്കാൾ വേറെ ആരുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. 9, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. മനസ്സ് ശാന്തമാക്കാൻ വലിയ കാര്യങ്ങൾ വേണ്ട. ഒരു കപ്പ് ചായ, ഒരു നല്ല പാട്ട്, ഒരു ചെറിയ നിമിഷം, ഇവയിൽ സന്തോഷം കണ്ടെത്താൻ പഠിച്ചാൽ ജീവിതം ലളിതമാകും. സന്തോഷം ഒരു വലിയ ലക്ഷ്യമല്ല, ചെറിയ നിമിഷങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയുക. 10, സ്ഥിരതയുള്ള മനസ്സ് നിർമ്മിക്കുക. മനസ്സൊരു ദിവസം കൊണ്ട് ശാന്തമാകില്ല. അതൊരു പ്രക്രിയയാണ്. ദിവസവും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പതിയെ പതിയെ അത് സ്ഥിരമാകും. ഒരു മരത്തിൻ്റെ വളർച്ച പോലെ തന്നെ. അതൊരു ദിവസത്തിൽ സംഭവിക്കുന്നതല്ല, പക്ഷെ ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവയെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം. ഇത് എളുപ്പമാണ് എന്നുപോലും നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വെല്ലുവിളി മനസ്സിലാകുന്നത്. കാരണം മനസ്സെന്നത് നമ്മൾ പറയുന്നത് പോലെ ഒരു സ്വിച്ച് ഇട്ട പോലെയല്ല. ഓൺ ചെയ്താൽ ശാന്തമാവുകയും ഓഫ് ചെയ്താൽ അലയുകയും ചെയ്യുന്ന ഒന്നല്ല. അതൊരു പ്രവാഹമാണ്, ഒരു ഒഴുക്ക്. ചിലപ്പോൾ അതിൽ ശാന്തതയുണ്ടാകും, ചിലപ്പോൾ അതിൽ കലഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ പലരും ഈ വഴിയിൽ തുടങ്ങുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ നിർത്തുന്നു. ഇതെനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ മനസ്സൊരിക്കലും ശാന്തമാകില്ല എന്നവർ തീരുമാനിക്കുന്നു. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, മനസ്സ് ശാന്തമാകുന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു പതിവാണ്, അതൊരു പ്രാക്ടീസാണ്. നിങ്ങളത് ഒരിക്കൽ നേടേണ്ട ഒന്നല്ല, ദിവസവും ജീവിക്കേണ്ട ഒന്നാണ്. ഒരു കുട്ടിയെ വളർത്തുന്നത് പോലെ തന്നെ ചിന്തിക്കുക. ഒരു ദിവസം നിങ്ങൾ അവനോട് നല്ലത് പറഞ്ഞു എന്നതുകൊണ്ട് അവൻ അടുത്ത ദിവസം തന്നെ പൂർണ്ണമായി മാറില്ല. അതിന് സമയമെടുക്കും. വീണ്ടും വീണ്ടും പറഞ്ഞ് വീണ്ടും വീണ്ടും മനസ്സിലാക്കി പതിയെ പതിയെയാണ് മാറ്റം വരുന്നത്. മനസ്സിനോടും നമ്മൾ അതുപോലെ തന്നെ പെരുമാറണം. ഒരിക്കൽ നിങ്ങളത് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അലയാം. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളോടൊപ്പം സഹകരിക്കാനും തുടങ്ങും. ജീവിതത്തിൽ ചില ദിവസങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്കെല്ലാം ശരിയായ പോലെ തന്നെ തോന്നും. മനസ്സ് ശാന്തമാണ്, ചിന്തകൾ ക്ലിയറാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ലളിതത്വം അനുഭവപ്പെടും. എന്നാൽ ചില ദിവസങ്ങളിൽ അതിൻ്റെ മറുവശം തന്നെ സംഭവിക്കും. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ അലട്ടും. ഒരു വ്യക്തമായ കാരണം പോലും ഇല്ലാതെ മനസ്സ് ഭാരമുള്ളതുപോലെ തോന്നും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഒരു കടലിനെ വീണ്ടും ചിന്തിച്ചു നോക്കുക. ചില ദിവസങ്ങളിൽ അതിൽ വലിയ തിരമാലകൾ ഉണ്ടാകും, ചില ദിവസങ്ങളിൽ അത് പൂർണ്ണമായി ശാന്തമായിരിക്കും. പക്ഷെ അതിൻ്റെ ആഴം ഒരിക്കലും മാറുന്നില്ല.
അതിൻ്റെ ആഴം എപ്പോഴും സമാധാനത്തിലാണ്. നമ്മളും നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ ആകാം. പുറത്തെന്ത് സംഭവിച്ചാലും അകത്തൊരു സ്ഥിരത ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അതിന് സമയം വേണ്ടി വരും, അതിന് ക്ഷമയും വേണ്ടി വരും. നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശാന്തതയെ ഒരു റിസൾട്ടായി കാണുന്നു. എൻ്റെ പ്രശ്നങ്ങൾ തീർന്നാൽ ഞാൻ ശാന്തമാകും, എനിക്ക് വേണ്ടത് കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും. എന്നാൽ ഇതൊരിക്കലും പൂർണ്ണമായി സത്യമായിരിക്കില്ല. കാരണം ജീവിതം ഒരിക്കലും പ്രശ്നങ്ങളില്ലാതായിരിക്കില്ല. ഒരു പ്രശ്നം തീർന്നാൽ മറ്റൊന്ന് എന്ന രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ജീവിതത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റേണ്ടത് പുറത്തെ സാഹചര്യമല്ല, അത് കാണുന്ന നമ്മുടെ സമീപനമാണ്. ഒരു ചെറിയ പ്രശ്നം പോലും നമ്മളെ തകർക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിൻ്റെ വലുപ്പം കാരണമല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കാരണമാണ്. അതേ പ്രശ്നം മറ്റൊരാൾക്ക് അത്ര വലുതായി തോന്നിയിരിക്കുകയില്ല. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ഒരു സത്യസന്ധമായ ചോദ്യം ചോദിക്കണം. ഞാൻ എന്താണ് അന്വേഷിക്കുന്നത്? ശാന്തതയാണോ, അല്ലെങ്കിൽ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നതാണോ? കാരണം ഈ രണ്ടും ഒരേ സമയം സാധ്യമല്ല. പുറത്തെ ലോകം നമ്മൾ നിയന്ത്രിക്കാൻ കഴിയില്ല. ആളുകൾ എങ്ങനെ പെരുമാറും, സാഹചര്യങ്ങൾ എങ്ങനെ മാറും, ഇവയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ പഠിക്കാം, അത് നമ്മുടെ പ്രതികരണമാണ്. എന്ത് സംഭവിച്ചാലും അതിനെ എങ്ങനെ കാണണം, എങ്ങനെ പ്രതികരിക്കണം, ഇത് പതിയെ പതിയെ നമ്മൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യവും. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. നിങ്ങളൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത പോലെ പോകുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടു വിധത്തിൽ പ്രതികരിക്കാം. ഇന്നൊരു മോശം ദിവസമാണ് എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഞാനിത് കൈകാര്യം ചെയ്യുമെന്ന് തീരുമാനിക്കാം. സംഭവം മാറുന്നില്ല, പക്ഷെ അനുഭവം മാറുന്നു. ഇവിടെ തന്നെ മനസ്സിൻ്റെ ശക്തി നിങ്ങൾക്ക് കാണാം. അതൊരു ശത്രുവായും മാറാം, ഒരു സുഹൃത്തായും മാറാം. നിങ്ങളതെങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെ തന്നെ നമ്മളാണെന്ന് കരുതുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അതിനാൽ ഇത് സത്യമായിരിക്കണം എന്ന്. എന്നാൽ എല്ലാ ചിന്തകളും സത്യമായിരിക്കണമെന്നില്ല. ചില ചിന്തകൾ ഭയത്തിൽ നിന്നാണ് വരുന്നത്, ചിലത് പഴയ അനുഭവങ്ങളിൽ നിന്നും, ചിലത് വെറും ഒരു നിമിഷത്തിൻ്റെ പ്രതികരണം മാത്രമാണ്. നിങ്ങൾ ആകാശത്തെ നോക്കുമ്പോൾ മേഘങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ കറുത്ത മേഘങ്ങൾ വരും, ചിലപ്പോൾ വെളുത്ത മേഘങ്ങൾ, പക്ഷെ ആകാശം മാറുന്നില്ല. അതുപോലെ തന്നെ ചിന്തകൾ വരും പോകും, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ ബോധം അത് സ്ഥിരമാണ്. നിങ്ങൾ അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ മനസ്സ് പതിയെ പതിയെ ശാന്തമാകാൻ തുടങ്ങും. ജീവിതത്തിൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജീവിതം ഇംപെർഫെക്റ്റ് ആണെന്ന് സ്വീകരിക്കുമ്പോൾ അതിലൊരു സൗന്ദര്യം നിങ്ങൾ കാണാൻ തുടങ്ങും. ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നിമിഷം നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഈ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് കുറവ്? പലപ്പോഴും ഒന്നും തന്നെ ഇല്ല. പക്ഷെ മനസ്സത് ഭാവിയിലേക്കോ കഴിഞ്ഞ കാലത്തിലേക്കോ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ഉള്ള ശാന്തത നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ ഇപ്പോഴുള്ള നിമിഷത്തെ സ്വീകരിക്കാൻ പഠിച്ചാൽ പതിയെ പതിയെ മനസ്സ് സെറ്റിലാകും. അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാണ്. അവസാനം പറയേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മളെ പരീക്ഷിക്കും, ചിലപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കും. എന്നാൽ ഈ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. മനസ്സ് ശാന്തമാക്കുമ്പോൾ ജീവിതം ലളിതമാകും. പ്രശ്നങ്ങളില്ലാത്തതിനാലല്ല, പക്ഷെ നിങ്ങൾ അവയെ കാണുന്ന രീതിയാണ് മാറുന്നത്. ജീവിതം പൂർണ്ണമായിരിക്കണമെന്നില്ല, പക്ഷെ മനസ്സ് ശാന്തമായാൽ പൂർണ്ണമല്ലാത്ത ജീവിതത്തിലും ഒരു സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ സന്തോഷം. അതാണ് നമ്മളെല്ലാം അന്വേഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.